രാജകുമാർ മാറ്റുരയ്ക്കുന്ന ഈ അങ്കത്തട്ടിലേക്ക് ക്യൂട്ടി ദ ബ്യൂട്ടി സോ കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നമസ്കാർ. ഹായ് രമേശ് ചേട്ടാ. നമസ്കാരം. 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 എന്താണ് വിശേഷം? ഈ പരിപാടി ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയപ്പോൾ എന്നോട് രണ്ടുപേര് ചോദിച്ചു, ഇതിന്റെ അവതാരകയായിട്ടുള്ള പാർവതിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ആ കുട്ടി നടിയാണോ അവതാരകയാണോ ഗായികയാണോ എന്നൊക്കെ പറഞ്ഞ് പല സംശയങ്ങളും എന്നോട് ചോദിച്ചു. ഞാൻ ഈ ഇവിടെ വന്ന എപ്പിസോഡ്സൊക്കെ ഉള്ള പരിചയം വെച്ചിട്ട് അത്യാവശ്യം എല്ലാ കലാപരിപാടികളിലും കയ്യിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ പാട്ട് രണ്ടുപേരും പാട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് പാടിയുണ്ട് പാർവതിയുടെ, ഒരു പ്രാവശ്യം പാടിയുണ്ട്. അതാണ് ആ കാര്യം. ഇതുവരെ മാറിയിട്ടില്ല. വീട്ടിൽ അവിടുന്ന് ഇവിടുത്തെ കല്ലേറൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ഒരു പാട്ടം പാടിക്കും, ഒരു ഇതാവട്ടെ, റിലാക്സ് പാടി പാടി നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട, നമുക്കറിയാവുന്ന കോൺഫിഡന്റ് ഉള്ളതായിട്ടുള്ള ഒരു പാട്ട് പാടാം. Johnny, Johnny, yes papa, eating sugar, no papa, telling lies, no papa, open your mouth, അടിപൊളിയല്ലേ? പക്ഷെ വേറെ കാര്യമില്ല, സംഭവം ജോണി ചിത്ര ചേച്ചി കളവം തരാൻ ഇറങ്ങിയ ആ വർഷമാണ് ഇത് പാടിയെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് നിങ്ങളുടെ അങ്ങോട്ട് പോയല്ല. പക്ഷേ ജോണി ആണെങ്കിൽ പോലും അതിന്റെ ആ ശ്രുതി കറക്റ്റ് ആയിരുന്നു. അതെ, അതിലാണ് കാര്യം, നോട്ട് പോയിന്റ്. എനിക്ക് ജോണി ഇപ്പൊ പാടിയപ്പോൾ ഓർമ്മ വെച്ചാൽ നമ്മൾ ഈ സാധാരണ ചിരി കൊണ്ട് രജിസ്റ്റർ ആയിട്ടുള്ള കുറെ താരങ്ങളുണ്ടല്ലോ. അതെ, ഒരുപാട് പേരുണ്ട്. അവരുടെ ഒരു ഏത് ഡയലോഗ് പറഞ്ഞാലും ചിലപ്പോൾ അതിന്റെ എൻ്റെ ഒരു ചിരിയിൽ അങ്ങനെ വളരെ കുറവാണ് ആളുകൾ. അപ്പം ഇനി ജോണി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ അതുമായിട്ട് മാച്ചുള്ള താരങ്ങൾ അപ്പനും മകനുമായിട്ട് വരികയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നല്ലതായിരിക്കും, അടിപൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പൊ ജോണി ആയിട്ട് നമ്മുടെ ഉമ്മർക്കയും നസീസാണ്. Johnny, yes papa, eating sugar, no papa, telling lie, ലോകനാക്കാവിലമ്മയാണ്, കളിപ്പരമ്പര ദൈവങ്ങളാണ് സത്യം, നോ പപ്പ, എങ്കിൽ ഓപ്പൺ യുവർ മൗത്ത്. നീ അതിന്റെ ആളാണല്ലോ, പോരട്ടെ ഒരെണ്ണം കിട്ടിയ പോരല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോസ് പ്രകാശും ജനാർദ്ദൻ ചേട്ടൻ. ഓക്കെ. ഹലോ ബേബി, ജോണി, യെസ് പപ്പ, eating sugar, no papa, by the way, telling lies, no papa, very full, open your mouth. Okay. പറ്റൂല. ഒരു ജോഡിയും കൂടെ. സിദ്ദിഖ ലാലേട്ടനും. Johnny, yes papa, eating sugar, no papa, telling lie, no papa, open your mouth. സൂപ്പർ. ഇത് കണ്ടപ്പോ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഒന്നും ചെയ്യാനില്ല. ഒന്നുമില്ല. അപ്പൊ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ കാണാം ജോക്കസിന്റെ ഒരു അടിപൊളി സ്കിറ്റ്. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ്, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണ്, താരം നിന്നെ കണ്ടാലമ്പും മില്ലും വച്ചേനെ, അതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനെ, നെഞ്ചോരം ആർക്കാ ഇനി കട്ടഞ്ച? അയ്യോ, എല്ലാരും അമ്പലത്തിലേക്ക് പോയോ? ഇനിയിപ്പോ ഈ കട്ടൻ ചായ ആർക്ക് കൊടുക്കും? ചൂടോടെ ഒരു കട്ടൻ ചായ കുടിച്ചോ. അയ്യോ, കൺഫ്യൂഷൻ ആയല്ലോ. ഇതെന്ത് പരിപാടിയാ ചേട്ടാ ഈ കാണിച്ചത്? ആ രസം ചായയിലൊഴിക്കുമ്പോ നല്ല രസമായിരിക്കും കുടിക്കാൻ. എന്റെ ദൈവമേ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇവിടുത്തെ സമുദായ സംഘടന നേതാവൊക്കെ തന്നെയാ, പക്ഷെ ഞാനും എന്റെ കെട്ടിയോനും കൂടെ ഈ കല്യാണം നടത്തുന്നത്. എന്റെ ആങ്ങളയുടെ മോടെ കല്യാണ പാചകം കൊളവാക്കരുത്. ഞാൻ പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടെ പാചകത്തിന് വെച്ചത്. അതെനിക്കറിയാലോ. നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. ദൈവത്തോർത്ത് എന്നെ നാണം കെടുത്തരുത്. ഞാൻ ഏറ്റെടുത്ത ഏതെങ്കിലും കല്യാണം കുളമായിട്ടുണ്ടോ? ഈ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കുന്നത്. അതെ, ആ കൈ കൊണ്ട് നീട്ടിയേ. എന്തിനാ കൈ കൊണ്ട് നീട്ട്? ചൂട്. ഇതിന്റെ ടേസ്റ്റ് നോക്കി. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ അല്ലേ? ഉപ്പ് എങ്ങനെയുണ്ട്? ഇച്ചിരി കുറവാ. പുളിയോ?
പുളി ലേശം കുറവാ. എരിവോ? എരിച്ചു കൂടുതലും. ഇതൊക്കെയാണ് ഇവരുടെ കുഴപ്പം. ആദ്യം അടിപൊളിയാണ്, സൂപ്പർ ആണെന്ന് പറയും, ലാസ്റ്റ് ഒരുമാതിരി ഈ റിയാലിറ്റി ഷോയിലെ ജഡ്ജിമാര് സംസാരിക്കരുത് കേട്ടോ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. വേറൊന്നും കൊണ്ടല്ല, ഈ കല്യാണ പാചകം പൊളിഞ്ഞ എന്റെ കെട്ടിയോൻ എന്നെ ഊടുപാട് കള്ളും കുടിച്ചോണ്ട് വന്ന് ഇടിക്കും. അതെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ പോരെ, പുറത്തറിയേണ്ട ആവശ്യമില്ലല്ലോ. ആ കയ്യും കൊണ്ട് നീട്ട്. എന്റെ ദൈവമേ, എടാ തിണ്ടി, ഉപ്പെങ്ങനുണ്ട്? ഉപ്പെങ്ങനുണ്ട്? ഉപ്പെങ്ങനെ പഞ്ചാര അടിച്ചോണ്ടിരുന്ന നീ ഉപ്പെങ്ങനെ ഇടുന്ന? ദൈവമേ, വെളിവില്ലാതെ പിന്നെ വന്ന് കേറിയിട്ടുണ്ട്. എന്താണ് ഇവിടെ പരിപാടി? എന്ത് പരിപാടി? ഞാൻ ഉപ്പ് നോക്കിയതാ കറിയില്ല. നിന്നെ ആരോടെ ഏൽപ്പിച്ച? നിങ്ങളുടെ അളിയൻ. അളിയൻ? അപ്പൊ കുടുംബക്കാരൊക്കെ ചേർന്ന് നിന്റെ ആൾക്കാരെ വിളിച്ചു കൂട്ടിട്ടുണ്ടല്ലേ? എന്റെ മനുഷ്യ, നിങ്ങൾക്ക് എന്തിന്റെ കരുതിയാ തുടങ്ങിയ സംശയം? ഏടി, കല്യാണത്തിന് മുമ്പ് നീ ഇവനുമായിട്ട് പഞ്ചാര അടിച്ചിടന്ന് ഈ നാട്ടിലെ മുഴുവൻ പാട്ടാ. എന്റെ സർവേശ്വര, എന്തൊക്കെ വെളിവുകേടാണോ ഇയാൾ വിളിച്ച് പറയുന്നത്? വെളിവുകേട്? എടി, ഇതിനൊക്കെ തെളിവുണ്ടല്ലോ. എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? തെളിവ് എന്താ ഉള്ളേന്നോ? എടി, ഇത് തന്നെ തെളിവ്. നിങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്നത്? ഇങ്ങനെ നടക്കണേന്നോ? വരാൻ പോകുന്ന എപ്പിസോഡിന്റെ പ്രമോ ആടിയത്. പ്രമോയോ? ആ, നിങ്ങൾ എന്നതാ പറയുന്നത്? നിനക്ക് കാണണം? ആ, കാണണം. എടാ തമ്പി, ഒന്നുമില്ല മക്കളെ. കണ്ടാടി അച്ഛൻ ആരടി വിളിച്ചേ? ആ കൊച്ചിന് വരെ അറിയാം ആരാണ് എന്താണ് സ്വന്തക്കാരാണ്. ദൈവമേ, മക്കളെ നീ അകത്ത് വെക്കോ, ഇതൊന്നും കേട്ട് നീ നിൽക്കണ്ട, വെക്കോ. അവിടെ നിൽക്കാം. അവിടെ നിനക്ക് ഇനിയും സംശയമുണ്ടോ? ആ, ഉണ്ട്. നിനക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ മാറിയതാണ് അങ്ങോട്ട്, രണ്ടുപേരും മാറിയതാ. ആദ്യം നീ നീക്ക്. ചെസ് നമ്പർ 1 നടന്നു. ചെസ് നമ്പർ 2 come on. അയ്യോ, എന്റെ ദൈവമേ. ഇത് ഞാൻ പിന്നെ കുഞ്ഞാത്ത് വെക്കോ, കുഞ്ഞാത്ത് വെക്കോ. ആരാണ് ഈ കാര്യം വിശ്വസിക്കാത്തത്? എന്റെ മനുഷ്യ, നിങ്ങൾക്ക് കള്ളു കുടിക്കുമ്പോ അങ്ങനെ പല സംശയവും തോന്നുന്നു. കള്ളു കുടിക്കുമ്പോ എന്റെ നല്ല അടി. ദൈവമേ, ഞാൻ ആ കല്യാണത്തിന് പോലും പോകാതെ ഇവിടെ നിൽക്കുക ഓരോ ജോലിയും കൊണ്ട്. അറിയാമോ, ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിലെ കല്യാണം നടക്കണത്. അതുകൊണ്ട് നിനക്ക് നീ പോകത്തെന്താ? എന്റെ മനുഷ്യ, ഇവിടെ ഓരോരുത്തർ ഓരോന്ന് ചോദിച്ചാൽ എടുത്ത് കൊടുക്കണ്ടേ? ഓരോന്ന് ചോദിച്ചാൽ എടുത്ത് കൊടുക്കടി. ഇവിടെ പെണ്ണും ചെറുക്കന് കെട്ടിക്കയറി വരുമ്പോ ഓരോന്ന് ഒരുക്കി വെക്കാനാ ഞാൻ ഇവിടെ നിന്നത്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, എന്നെ കൊണ്ട് അതും ഇത് പറയിക്കരുത്, മിണ്ടാതെ നിന്നോണം. ഇതൊന്നും ആയില്ല. ഇത് കല്യാണം നടക്കേണ്ട വീടാണോ ഇത്? ഫോട്ടോഗ്രാഫർ. കോട്ടയം ജാഫർ അല്ലെന്ന്, ഫോട്ടോഗ്രാഫർ. ആ ചേട്ടാ, 10നും 10:30ക്കും ഇടയ്ക്കാണോ മുഹൂർത്തം? ഇപ്പൊ മുഹൂർത്തം കഴിയാറായി. നിങ്ങൾ ആ പെണ്ണിനെ വിളിച്ചിറക്കുന്നേ. മുഹൂർത്തം കഴിച്ചിട്ടില്ലടാ. നിനക്കുള്ള മുഹൂർത്തം ഞാൻ തരാം. എടാ, അമ്പലത്തിൽ ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞ് ഇറങ്ങാറായടാ. അന്നേരം ഫോട്ടോ പ്രോപ്പർ. എന്റെ ദൈവമേ, അപ്പൊ ഫോട്ടോ എടുക്കണ്ടേ? ക്യാമറ. ഇവനൊക്കെ എന്തിനു വന്നാണോ? കല്യാണം. എന്റെ ദൈവം, നിങ്ങൾ എന്നെ വിളിച്ച് പോവുന്നത്? ഇതെന്നെ കയ്യും പിടിച്ചോണ്ട് നിൽക്കുന്ന പൊക്കി പിടിച്ച്. ഇനി ഞാൻ എവിടെയാണെങ്കിലും എന്റെ കൊച്ചിനെ ഞാൻ അനുഗ്രഹിച്ചാണോ? എനിക്ക് ആ കല്യാണം പോലും ഒന്ന് കാണാൻ പറ്റിയില്ല. നിന്റെ കല്യാണം കാണാൻ നടക്കുന്നത്. നീ കയറിപ്പോടി അവിടെ അതേക്ക്. താനിന്നെ തന്നാനെ താനിന്നെ ജനലി കാണിച്ചേ. അളിയാൻ ചിന്തുപാട്ടിന്റെ സ്റ്റെപ്പ് വെച്ചാണ്. അല്ലെന്ന് കാല് നിറച്ച് ഞാൻ മണ്ണ് കുട്ടി കളഞ്ഞതല്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ ചിന്തുപാട്ടുകാരനായതുകൊണ്ട് അളിയൻ എന്നെ ഒന്ന് സൂചിപ്പിച്ചായിരിക്കും ഒന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പെണ്ണിന്റെ കെട്ട് കഴിഞ്ഞോളൂ, അപ്പത്തേക്ക് അച്ഛൻ ഇങ്ങോട്ട് എഴുന്നള്ളി എന്തിനാ? ഞാനേ അവിടെ നിന്നിട്ട് എനിക്ക് അങ്ങ് സൂഹിക്കുന്നില്ല. സൂചിക്കാതെ ഇവിടെ ബൈനോക്കോളർ ഇരിപ്പുണ്ടോ? ബൈനോക്കോളറോ? ആ, എന്തിനാ ബൈനോക്കോളർ? എടാ, അവൻ വന്ന് എന്റെ പെണ്ണിനെ താലി കെട്ടി. ആ താലി ഉണ്ടോന്നൊന്ന് നോക്കാനാ.
ഈ നീളത്തിലുള്ള ചരടുണ്ട്, താലി ഇത്തിരി കോണം തരളി, ആ താലിയാണെന്ന് അറിയണ്ടേ? ഓ, അതിനാണ് വൈദ്യുതി വന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, രാവിലെ നീ അങ്ങോട്ട് പോയതല്ലേ, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഒരു ഗണപതി ഹോമം കഴിച്ചു, ഒരു പുഷ്പാഞ്ജലിയും കഴിച്ചു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു അസുര രക്തപുഷ്പാഞ്ജലിയും കഴിക്കേണ്ട വരും. അതല്ലെന്ന്, നീ എവിടെ നീ ഇങ്ങനെ ക്ഷീണിച്ച് നടന്നിട്ട് കാര്യം, നിന്റെ മുഖത്ത് എന്തോ ഒരു വാട്ടമുണ്ടല്ലോ. എന്റെ കൊച്ചിന്റെ ഭാവി പോയി, അത് പറഞ്ഞാൽ മതി. കൊച്ചിന്റെ ഭാവി പോയാ? പോയി. എന്ത് പോയെന്ന് നീ പറ. എന്താ കുഴപ്പം എന്താ? അത് ശരിയാവില്ല അളിയ, അത് വിഷമായി. ഒരു കാര്യം ചെയ്യ് പ്ലീസ് അളിയ, പ്ലീസ്. അതല്ല അളിയ പ്ലീസ്. അളിയൻ നമ്മളിവിടെ നിൽക്കുമ്പോ നീ അങ്ങനെ വിഷമിച്ച് നിൽക്കാൻ പാടില്ല. അളിയ പ്ലീസ്. അളിയനാണ് പറയണേ. അളിയ പ്ലീസ്. ഓക്കെ പ്ലീസ് അളിയ, പ്ലീസ് ഒരു പെക്ക്. അത് ശരി, ഇതല്ലേ നിന്നോട് ചോദിച്ചത്. വെള്ളം ചേർത്താണോ? വെള്ളമല്ല, ഒരു മനുഷ്യൻ കണ്ടുപിടിക്കുമല്ലോ. കൊച്ചപ്പനൊക്കെ ഇതിനാണ് കറങ്ങി നടപ്പുണ്ട്. കൊക്കോള ചേർത്തേക്കണേ. ആണോ? അടിച്ചോ. എടാ നീ കൊളകൊളാന്ന് പറഞ്ഞേ. കൊള ചേർത്തല്ലേ, അപ്പൊ കൊളകൊളാന്ന് വെച്ചെന്നു. ഓഹോ, ഇപ്പൊ വിഷമച്ചിരി മാറിയില്ലേ? ഇച്ചിരി വിഷം മാറി. പിന്നെ ആ കെട്ട് കിടക്കുമ്പോ ഞാൻ ഒരു ശ്രുതി കേട്ടു. അതെ, ഇവനെ ടിക്ടോക്ക് കളിക്കാരനാന്ന്. ഇവനോ ചെറുക്കനോ? ടിക്ടോക്കിൽ എന്തോ ചെയ്യുന്നൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. നീ പതൊക്കെ പറഞ്ഞ നാട്ടുകാർ കേൾക്കും. ഇതൊക്കെ നീ അപ്പൊ അന്വേഷിച്ചില്ലായിരുന്നോ ചെറുക്കനെ കുറിച്ച്? അതെങ്ങനെ അന്വേഷിക്കും? ഇവിടെ ഇവനും തമ്മിൽ മൊബൈലിൽ കൂടെ പരിചയപ്പെട്ടല്ലേ. ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയോ? ഇപ്പോഴത്തെ പിള്ളേര് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ ഉണ്ട്. നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞായിരുന്നു ഇതൊക്കെ. അറേഞ്ച്ഡ് ആയിട്ട് കാരണവന്മാരുടെ സാക്ഷ്യത്തിലായിരുന്നു നമ്മളൊക്കെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് നീ ഒന്നും പറയുന്നു വേണ്ട. ഈ മൊബൈലുള്ള അറിയാം. ഈ മൊബൈലിൽ ഓരോന്ന് കണ്ടിട്ടാ ഈ ടിക്ടോക്കും ഇതൊക്കെ ഉണ്ടാവണം. അത് മാത്രമല്ലെന്ന്, ചെറുക്കൻ കയറി വരുമ്പം മറ്റത് കൊടുക്കണ്ടേ, നമുക്ക് തുക കൊടുക്കണ്ടേ? അവന് 1.5 പെണ്ണും ആ ചോദിച്ചത്. നിന്റെ കയ്യിൽ പെണ്ണുണ്ടല്ലോ? എന്റെ പെണ്ണുണ്ടല്ലോ. പെണ്ണ് ഉണ്ട് 1.5. അത് അളിയേറ്റ് 1.5 അല്ല, അവൻ അത്ര ചോദിച്ചെങ്കിൽ ആ ഡിമാൻഡിന് 2 അങ്ങ് കൊടുക്കുക. ദൂർത്ത് കൂടണം അളിയന്റെ. ദൂർത്തൊന്നുമല്ല, അവൻ നമ്മുടെ വീടിനെ കൊച്ചാക്കിയതാ. 2 കൊടുക്കും. അത് കൊടുക്കണ്ടെന്ന്. 2 കൊടുത്തിരിക്കും അവൻ, അത് കുഴപ്പമൊന്നുമില്ല. 1.5 കൊടുത്തിട്ട് അര ഇങ്ങോട്ട് തന്നാ മതി. അര ഞാൻ ക്യൂ നിന്ന് വെയിലത്ത് നിന്ന് മേടിച്ച സാധനം തരില്ലടാ. ആരെയല്ലെന്ന്, പിന്നെ നമ്മൾ 1.5 കൊടുക്കുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു അരയോടെ കൊടുക്കുന്നുണ്ട്. ആ അര ഇങ്ങ് തരാനാ പറഞ്ഞത്. ഏടാ നമ്മളെ പെണ്ണ് ഇനി അവനല്ലേ നോക്കണ്ടേ? അപ്പൊ ആ പെണ്ണിന്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ കൂട്ടിൽ കൊടുത്തു. നോക്കിക്കോട്ടെ. ഇന്നത്തെ കാര്യം വലിയ ശോകമായി പോയിട്ടോ. അളി ഇന്നലെ രാത്രി ഇവിടെ കാണിച്ച പരിപാടിയൊക്കെ ഞാൻ അറിഞ്ഞു. അല്ല, അവള് പറഞ്ഞു കേട്ട് ഞാൻ ഏതാണ്ട് കാണിച്ചത്. ഞാൻ എന്നടാ കാണിച്ചത്? ഇന്നലെ ഇവിടെ കരോക്കെ ഗാനം ഉണ്ടായിരുന്ന പിള്ളേരെ രാത്രി ഗാനമേള ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഞാൻ എന്റെ കലാരൂപമായ ചിന്തുപാട്ടൊന്നും പാടി ഞാൻ സ്റ്റെപ്പ് വിട്ടു. അതല്ലാതെ ഞാൻ ഒരു തെറ്റും ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. ആ സ്റ്റെപ്പ് ഒന്നിട്ടെ. അത് ഞാൻ സ്റ്റെപ്പ് ശേ, അതൊന്നും അറിയണല്ലോ. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം എല്ലാരും പറയുന്നത്. സംഭവം ഒന്നും പിടിക്കില്ല. ഇതുമായിട്ട് നടക്കാൻ തൊട്ട് വർഷം കുറേ ആയതാ, മനസ്സിലായേ? ഞാൻ ഈ സ്റ്റെപ്പ് ഇട്ടതിൽ എന്താ പ്രശ്നം? ഈ സ്റ്റെപ്പ് ഇട്ടാന് കുഴപ്പമില്ല, അടിയിൽ ഒരു നിക്കർ ഇടായിരുന്നു അളിയ. അതാണ് ഇന്നലെ പ്രശ്നമായത്. നാട്ട കേസായി കേട്ടോ. എല്ലാവരും അറിഞ്ഞോ? അതാണ് അവള് പറഞ്ഞേ. അയ്യോ, അത് മോശമായിപ്പോയി. ഇത് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും എത്തിയില്ലല്ലോ. ചെറുക്കനെ ഇതൊന്നും അറിയണ്ട, ചെറുക്കനൊന്നും അറിയണ്ട. ഏതായാലും എന്റെ കൊച്ചിന്റെ ഭാവി പോയി. ഭാവി ചെറുക്കനും പെണ്ണും കെട്ടിക്കേറി വരുന്നുണ്ട്. വിളിച്ച് വീട്ടിലോട്ട് കേട്ടട്ടെ. ഓ, അതിന്റെ ആവശ്യം അവനെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അങ്ങനെ പറയല്ലേ. ഈ ചെറുക്കൻ ആരാണെന്ന് അറിയാവോ? ആരാ? വലിയ ടിക്ടോക്ക് കളിക്കാരനാ. എല്ലാരും 3-4 ലക്ഷം പേര് അവന്റെ ആരാധകരായിട്ടുണ്ട്. ഈ ഞാനൊക്കെ ആരാധകർ, എന്നെ ഫാനാണെന്ന് അറിയാവോ? ഇതിനൊക്കെ 3-4 ലക്ഷം പേര് ആരാധകരുണ്ടെന്ന്. പിന്നെ വൃത്തികെട്ടവനോ? വൃത്തികെട്ടവനോ? പക്ഷെ അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. ഒരു മാന്യനായ ഒരു കലാകാരനാണ് പുള്ളി. ഇവനാരെന്നറിയോ? ഇവനാണ് ഫോട്ടോഗ്രാഫർ. കെട്ടെടുക്കാൻ പോയതാ. അവന്റെ ക്യാമറ എവിടെ ഇരിക്കുക? കെട്ടിക്കേറി. അപ്പൊ എന്റെ കൊച്ചിന് താലികെട്ട് നീ എടുത്തില്ലേ? അയ്യോ, താലികെട്ടൊക്കെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെ ഫോണിലൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോ സമയം പോയി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ആ പീസ് ഞാൻ ഇതിൽ ആൽബത്തിൽ കയറ്റിയാ പോരെ? ആൽബത്തിൽ പീസ് ആൽബത്തിൽ
എന്റെ കൊച്ചിന്റെ ഫീസ് നീ ആൽബത്തിൽ കെട്ടി. അയ്യോ ആ പീസ് അല്ലെന്ന്. അതായത് ഞാൻ അവിടെ നിന്ന് പിന്നെ അവരൊക്കെ ഒന്ന് മേടിച്ചിട്ട് ആൽബത്തിലേക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റി വെക്കാന്നായി പറഞ്ഞേ. ഇവ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കളയുന്ന എനിക്ക് തോന്നലേട്ടോ. ഒരു കാര്യം ചെയ്യും, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ അവിടെ എടുത്തില്ല. എന്തായാലും ആ കുറവ് ഞാൻ ഇവിടെ തീർത്തോളാം. ഞാൻ അപ്പൊ പറയുമ്പോ നിങ്ങൾ ഒന്ന് ചിരിച്ച് നിന്ന് തന്നേച്ചാ മതി. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആ ചെറുക്കനും പെണ്ണും വരുന്നുണ്ട്, അവരെ ഒന്ന് വിളിച്ച് കയറ്റാനുള്ള ഈ ക്യാമറ എടുക്കും, ക്യാമറ എടുക്കും. ഹായ് 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 ഹായ്, നിങ്ങൾ ഓൺലൈനിൽ നിൽക്കൂ. ഞാൻ എൻ്റെ വധുവിന്റെ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഓൺലൈനിൽ നിൽക്കൂ. ചേട്ടാ നമസ്കാരം. ഹലോ, പറയൂ. ഞാൻ ചേട്ടന്റെ വലിയൊരു ആരാധകനാണ്. എന്തോരം പേര് അങ്ങനെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആ ടിക്ടോക്ക് കളിയൊക്കെ. ആണല്ലേ? മറ്റേ ആ പുത്തുമ്പി കുർലമ്മി അതൊക്കെ ഇഷ്ടം. ഇതന്നെ ഇതാണ് കല്യാണ വീട്. ചേട്ടൻ ഇനി ഇങ്ങനെയാണ് ഒരു കല്യാണ വീട് ഉണ്ടാക്കുന്നത്. നമ്മൾ എന്തോരം പ്രതീക്ഷ വന്നാൽ എന്റെ ആരാധന മൊത്തം നോക്കിയിരിക്കുക. എന്റെ പെണ്ണിന്റെ വീട്ടിൽ ഇതുപോലെ വൃത്തിയായിട്ട രീതിയില്ല ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ നാണക്കേടാത്. ഇപ്പൊ എന്നാ പറ്റിയത്? പിന്നല്ല, ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയപ്പോ അവിടെയൊക്കെ എന്നെ ആഘോഷാന്നറിയോ? ആണോ? അവിടെയൊക്കെ ചെല്ലുമ്പോ തന്നെ പന്തലൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല അലങ്കരിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ട്. അല്ല, ഇതൊരു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട ഇതല്ലേ? എനിക്ക് മനസ്സിലായി. കല്യാണക്കുറിയിൽ നിങ്ങൾ പ്രത്യേകം അടിച്ചേക്കാം. കൊറോണ ഉള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് രോഗം കുറെ ആൾക്കാരുണ്ട്, പന്തലിന്റെ ആഘോഷം വേണ്ടാന്ന് അല്ലേ? എനിക്ക് മനസ്സിലായി. എന്നാ മോനെ ഇവിടെ ഒരു നല്ല വിഷമമുണ്ടെന്ന്. ഇങ്ങനെ നിങ്ങൾ ഈ പന്തലും ഒന്നും ഇടാതെ എന്നെ കെട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോ എനിക്കൊരു വിഷമമല്ലേ? എന്റെ ആരാധന കാണുമ്പോ മോശമല്ലേ? അതെന്നാ എടാ, അത് ഇന്നത്തെ നമുക്ക് ആള് കൂടിയ പ്രശ്നമാണ്, രോഗം പടരും. അതുകൊണ്ടാണ് അതിനൊരു സെറ്റപ്പ് ആണിത്. അതുകൊണ്ടാണ് നമ്മളത് കുഴപ്പമില്ല. ആയതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അതെ, സമുദായ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, നമുക്ക് ചടങ്ങുകളുണ്ട്, നമ്മുടെ സമുദായത്തിന്റെ വക കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പൊ ചെറുക്കനെ നമ്മുടെ കാല് കഴിച്ച കിണ്ടി എടുക്കാം. ഒരു കുറവേ ഇട്ടോ. കുറവേ ഇട്ടോ. സോപ്പ് വേണം, സോപ്പ്. ക്യൂട്ടി ബ്യൂട്ടി സോപ്പ് ഉണ്ട്. എടുത്തോ. ഇപ്പൊ കിട്ടൂല. ഇതിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു ചാക്ക കൊണ്ട് തരുവരും. അങ്ങനെയാണോ? അപ്പൊ എന്താ വെള്ളം തികഞ്ഞില്ല. ഒരു ബക്കറ്റ് വെള്ളം ഒരു കപ്പങ്ങനെ തട്ടെ. ഒരു ബക്കറ്റ് വെള്ളം ഒരു കപ്പങ്ങനെ തട്ടെ. വെള്ളം തികഞ്ഞില്ല. അതല്ലെന്ന്, അവന് ശരിക്കും മുട്ടുന്നുണ്ട്. ആണോ? ഹലോ, ആണോ? പിന്നെ അന്ന് ഈ വീടിന്റെ ബാക്കിലോട്ട് ചെന്നാ ഓല വെച്ച് കെട്ടിയൊരു മറയുണ്ട്, 2 കല്ലുണ്ട്, അവിടെ പോയി ഇരുന്നാ മതി. മാക്കാന്തവളയൊക്കെ ഉണ്ട്, പേടിപ്പിക്കില്ല കേട്ടോ. അത് കുഴപ്പമില്ല, ആചാരങ്ങളല്ലേ, നമ്മൾ തെറ്റിക്കേണ്ട കാര്യമില്ല. ഇവർ വീട്ടിൽ ഇങ്ങനെ അടിക്കും. അല്ല, അപ്പൊ അവര് പറഞ്ഞില്ല, അവർക്ക് ഓരോരോ ചടങ്ങുകളുണ്ടെന്ന് പറഞ്ഞില്ല. വീണ്ടും വീണ്ടും പൊട്ടനാവല്ലടാ, അവര് കക്കൂസി പോകുന്ന കാര്യമാണ് മണ്ടാ പറഞ്ഞത്. കക്കുത്തി പോണ്ട. ഇല്ല, അങ്ങനെയല്ലേ? അല്ല, കക്കുത്തി പോണ്ട. എന്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ. അവന്റെ മുഖത്തേക്കൊന്നും നോക്കി. അപ്പൊ നമ്മുടെ ചടങ്ങുകൾ തുടങ്ങണ്ടേ? അപ്പൊ ചെറുക്കന് മധുരം കൊടുക്കാം. ആദ്യം തന്നെ മധുരം കൊടുക്കാം. അയ്യോ, അവന് മധുരം കൊടുക്കല്ലേ. അവനെ കണ്ടറിയ ഭീകര ഷുഗറാണ്. ഒരു 600 ഷുഗറെങ്കിലും ഉണ്ട് അവന്. ഇല്ലെന്ന് ഇവിടെ എങ്ങാനും മധുരം കൊടുത്ത് ഇവിടെ കിടന്ന് ചത്തുപോയാൽ ഞാൻ സമാധാനം പറഞ്ഞു വരും. ചടങ്ങല്ലേ, ചടങ്ങല്ലേ, കാര്യങ്ങളെല്ലാം നടക്കട്ടെ. നീ ഒന്നും മിണ്ടാതിരി. ഞാൻ മുതിർന്ന ഒരാൾ, ഞാൻ ഇപ്പില്ലേ, ഞാൻ പറയാന്നേ, അവനൊരു ഷുഗറും ഇല്ലെന്ന്. ഞാൻ എന്നും പഞ്ചസാര കൊടുക്കുന്നതല്ലേ. ഷുഗർ ഇല്ല. ഷുഗറാണോ? ഷുഗർ ഇല്ല. ഷുഗർ ഇല്ല എന്നുള്ളത് ഷുഗറാണോ? ഷുഗർ ഇല്ല എന്നുള്ള ഷുഗറാണ്. മധുരം കൊടുക്കും, മധുരം കൊടുക്കും. കൊടുക്ക്. ഇനി അച്ഛൻ ഞാനോ? അച്ഛൻ കൊടുക്കും. എന്റെ കൈ കൊണ്ട് മധുരം കൊടുത്തവൻ ചത്തങ്ങാനും പോയാ വാവിളി. ഓ, എന്റെ കൊച്ചിന്റെ ഭാവി പോയി. അവന്റെ അണപ്പല്ലേ ഇരുന്ന് 2 പുഴു ഇതേ ഇങ്ങനെ കഞ്ചു കാണിക്കും. കുഴപ്പമില്ല, അവന്റെ കുഴപ്പമില്ലാന്ന് പൊളിയടാ. വാ വെച്ച് തിന്നോട്ടാ. ഇനി അമ്മാവൻ ഞാൻ വേണോ? അമ്മാവൻ കൊടുക്കും. അങ്ങ് ഷുഗർ വന്ന് ചാവുക. അമ്മാവൻ കൊടുക്കും. എന്റെ കൊച്ചിന് ഞാൻ ആദ്യം, അവരൊക്കെ കുറേ ഇച്ചിരി കൂടുതൽ തരാമോ? എന്റെ കൊച്ചിന് ആദ്യം ഞാൻ കൊടുക്കട്ടെ. അല്ലെ ഫോൺ ബെല്ലടിക്കണോ? ചുമ്മാ നോക്കിയിരിക്കാതെ. ഹലോ, ഉണ്ട് അളിയൻ വന്നേ. അളിയാ, അതെ, ആ പെട്രോമാക്സ് 3 എണ്ണം എടുത്ത 2 എണ്ണം. പെട്രോമാക്സ് 2 എണ്ണം എടുത്തേ, പക്ഷെ ഒരെണ്ണം കത്തണ്ടായില്ല. അത് പറയണമല്ലോ, അത് പറയണം. അത് പറയാൻ ആ ചെല്ലേ. അതെ, 2 എണ്ണം അല്ല 3 എണ്ണം, പക്ഷെ 1 കത്തിയില്ല. ഞാനേ അളിയാങ്ങി വന്നേ. സംഭവം എന്നാന്നറിയാവോ? അളിയനെ സംസാരിക്കും. ഹലോ, ഞാൻ അടുക്കളപ്പുറത്തിരുന്ന് എന്നാ ചാമ്പയാമ്പിട്ട് ഞാൻ കത്തിച്ചാന്നറിയോ? നിന്റെ കടയാൻ കത്തിക്കാൻ വന്നിട്ട്. മനസ്സിലായോ? അളിയൻ പറഞ്ഞു മനസ്സിലായോ? ഈ പൈസ ആയിരുന്നു അളിയാ, പൈസ ആയിരുന്നു അളിയനാണോ? അളിയനല്ലേ ഇത് തീരുമാനം. എന്റെ കൊച്ചിന്റെ ഭാവി പോയി. അതെ, എന്താ ആക്രാന്താണ്? പിന്നെ കടങ്ങാന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൊടുപ്പിക്കാൻ വേണ്ടി
അതെ നമുക്ക് ഇനി അടുത്ത ചടങ്ങുണ്ട് കേട്ടോ. രജിസ്റ്ററിൽ ഒപ്പിടണം. എപ്പോ വന്നിട്ടാടാ ഏത് രവി സാറ്? രവി സാർ വന്നിട്ട് ഒപ്പിടണം. രജിസ്റ്ററിൽ ഒപ്പിടണം. ഒപ്പ് നമ്മുടെ ബുക്കിൽ ഒപ്പിടണമെന്ന്. മോളൊന്ന് ഒപ്പിട്ടെ. എനിക്ക് എഴുതി ഇങ്ങ് തരുമല്ലേ? ഇല്ല മോനും ഒപ്പിടണം കേട്ടോ. അല്ല അന്നേരം ഇത് തരും. ആ മോനൊപ്പിട്ടോ. ഇവിടെ 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 ഇവിടെ. അപ്പൊ എന്റെ ആയി ഇപ്പം ആദ്യ രാത്രി എപ്പോഴാ? ഇതെന്താ ദിനേശ് വീടിന്റെ പരസ്യോ? അവൻ തന്നെ ഇരിക്കുക. രണ്ട് മലക്കിടയ്ക്ക് ഒരു സൂര്യൻ. എന്റെ ഉപ്പ് കണ്ടിട്ടാണ് വേറെ തീർന്നില്ലായിരുന്നു. ഇനി പുഴ വരയ്ക്കാനുണ്ട്. അല്ലല്ല ഇത് വെട്ടിട്ട് വേറെ ഉപ്പിടാം. നല്ല ഉപ്പുണ്ട്. വെട്ടിട്ട് വേറെ ഒപ്പിടാം. എത്ര ഒപ്പിടാൻ? അല്ല നല്ല ഉപ്പാറിന് ഇടാൻ വേണമെങ്കിൽ. എന്റെ പൊന്നു മോനെ ഇത് ജീവിതം പോയി. സമയങ്ങളല്ലേ അമ്മാവൻ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ഇവിടെയാ? ആ ഇട്. ഈ സാക്ഷിപത്രത്തിൽ ഇടമ്മാവാ. ഇതിലൊപ്പിടാൻ അങ്ങോട്ട് ഒപ്പിട്ട് കൊടു. ഇതിനെയൊക്കെ എഴുതി മേടിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് ഒപ്പിടിക്കണോടാ? അല്ല ഒപ്പിട. ഇത് സാക്ഷിപത്രമാണ്. ഒന്ന് പറയൂ. ഇതെന്നാ ത്രിബിളക്സ് വരച്ചു വെച്ചോ? അങ്ങനെയായോ? കറക്റ്റാ റമ്മു വരച്ചു വെച്ചോണം. ഇനി അച്ഛൻ ഒപ്പിടുവാ. സമയങ്ങളല്ലേ വാ. ലാഗടിക്കല്ലേ വാ. പെട്ടെന്ന് ഒപ്പിട്ടെങ്കിൽ എഴുതി താട്ടെ. എനിക്ക് ആദ്യ രാത്രി ഉള്ള ഡൈ ചെയ്തായിരുന്നു നീ? മുടി ചെയ്തായിരുന്നു. അതെന്നെ ഒപ്പിടാത്തെ? ഒപ്പിട്ടാ നിങ്ങൾ ചിരിക്കും. അതെ അപ്പൊ കഴിഞ്ഞു. നമ്മുടെ ഏകദേശം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ആദ്യ രാത്രി ഇവനെന്നാണ് നമ്മുടെ ചെറുക്കനും പെണ്ണെ നമ്മുടെ വീടിന്റെ അകത്തേക്ക് ഒന്ന് കേട്ടിണ്ടേ? ആ ചടങ്ങാണ് ഇനി. അല്ല അതിനു മുമ്പ് കൊടുക്കൽ വാങ്ങൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സംസാരിക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കണം. ഒന്നര കൊടുക്കാന്ന് പറഞ്ഞല്ലോ. ഒന്നര കൊടുക്കാം. അത് ഒന്നര കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കും. അവന് രണ്ടാ കൊടുക്കണേ. അതിപ്പോ തന്നെ അത് കൊടുത്തിട്ടുള്ള പരിപാടി. ഇപ്പൊ തന്നെ കയ്യോടെ കൊടുക്കും ചെറുക്കൻ. ഇതെന്നെ 2000 രൂപ. അവൻ 1500 രൂപ. ഒന്നരയില്ല അവൻ പറഞ്ഞേ. അയ്യോ 1.5 ലക്ഷം തന്നെ പറഞ്ഞത്. എന്നാ പറ്റി? പോയല്ലോ. 1.5 ലക്ഷോ? പിന്നല്ലേ അങ്ങനെ എന്ത് വർത്താനാ പറഞ്ഞത്? പിന്നെ ആരോട് കൂട്ടി 2 ലക്ഷം രൂപ എന്നല്ലേ പറഞ്ഞേ? മുറുക്കാൻ കടന്ന് 500 മേടിച്ച് ബാക്കി പെൻഷൻ കാശും ഈ 1500 2000. അവൻ 2.5 ലക്ഷം. അത് ഈ മാക്കാൻ പോലെയൊക്കെ ചേർക്കണോ? എന്ത് എല്ലാ പരിപാടി അവിടെ ഫോട്ടോ എടുക്കണ്ടേ? എന്റെ പൊന്നിയേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലായിരുന്നു. ഞാൻ പറയുമ്പോ നിങ്ങളൊന്ന് ചിരിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞല്ലേ? അവരെ ഫോട്ടോ എടുത്താൽ മതിയോ? അതിന്റെ കാര്യമല്ല പറഞ്ഞേ. ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ആ ഫംഗ്ഷനകത്തുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ഇവനെ ശരിയാവില്ല. ഇവരോട് ഓരോ കാര്യം പറഞ്ഞ് നമുക്ക് ഇവന്റെ ഒന്ന് ക്യാമറ വേണ്ട, നമുക്ക് ആൽബം വേണ്ടെന്ന് തന്നെ വെക്കാം. അപ്പത്തേക്ക് നിങ്ങൾ ഫാമിലി ഉണ്ടാക്കാനാണ് അവിടെ. നിങ്ങളാണെന്ന് ഓർത്ത് നിന്നതാ. എടാ ഉണ്ടമ്പൂരി നിന്നെയൊക്കെ ഇന്ന് ഞാൻ അതെ ഫോട്ടോ വേണ്ട. ഫോട്ടോ എടുക്കണം. നീ ബാക്കി കാര്യങ്ങൾ അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചെറുക്കനും പെണ്ണ് നമ്മുടെ വീട് കാണിക്കാം. അതെ വീട് കയറി കാണും. വീട്ടിൽ പലതും കാണാനുണ്ട്. പിക്ചർ ടു പോയ TV, എലി മാന്തിയ ഒരു പെരക്കാകും. അതുപോലെ അടുപ്പത്തിരുന്ന് വീട് വലിക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട്. ഒക്കെ കാണാനുണ്ട്. ഒത്തിരി കാണാനുള്ളതാ. വീട് ഞാൻ കണ്ടിട്ടില്ല. ചേട്ടൻ വാ വീട് കാണാം. വീട് അല്ല അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഞാൻ കാര്യം പറട്ടെ. എടി എൻ്റെ ആരാധകർ എല്ലാം വെയിറ്റിംഗാണ്. അപ്പം ഞാൻ പറയുമ്പോൾ നീ അതുപോലെ കരയണം. അവരെല്ലാം കെട്ടിപ്പിടിച്ച് കരയണം. നിനക്ക് ഭയങ്കര വിഷമമുള്ള പോലെ. അതിന് ഭയങ്കര ലൈക്കായിരിക്കും. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാലേ ലൈക്ക് കിട്ടുള്ളൂ. നീ ശരിക്കും കരഞ്ഞോണം കേട്ടോ. ഇപ്പഴാ പറയാം. അതെ അച്ഛനും അമ്മാവനും എല്ലാം കേൾക്കാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ ആരാധകരെല്ലാം നോക്കി നിൽക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഈ പെണ്ണിനെ ഇന്ന് ഞാനങ്ങ് സ്വന്തമാക്കി കൊണ്ടുപോവുകയാണ്. ഇന്ന് മുതൽ ഇവൾ എൻ്റെയാണ്. നിങ്ങൾ ആരും വിഷമിക്കരുത്. கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா புண்ணான நெஞ்சை பொன்னான கையால் பூ போல நீவவா நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் தீரும். ഓക്കേ ഓക്കേ ഓക്കെ 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 ഓക്കേ ക്ലിയർ ആ ക്ലിയർ കണ്ടോ? നീ കൂടി ഇങ്ങനെ നീയും കൂടി കരഞ്ഞ എന്നെ ഓടോ തെമ്മാടി. എന്നടാ കാണിച്ചേ? എന്ത് വേണം? ഞാൻ തെമ്മാടി എന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടമല്ലോ. അളിയനാ കുളിയനാണെന്ന് ഞാൻ നോക്കി. ഇച്ചിരി സ്നേഹം കൂടി പോയി, അത്രേ ഉള്ളൂ.
കാര്യം. ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നേക്കാണ്. നിങ്ങളുടെ മോളെ കെട്ടി എല്ലാം ശരിയാണ്. അപ്പോൾ എൻ്റെ ആരാധകർ വെയിറ്റ് ചെയ്യാണ്. അവരെന്നോട് പറഞ്ഞത് എൻ്റെ പെർഫോമൻസ് എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരും കൂടി പെർഫോമൻസ് കാണണം. എൻ്റെ 2,00,000 ആരാധകരുണ്ട്. അല്ല 3 കഴിഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആരാധകർ. അപ്പോൾ അവരുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരെല്ലാം കാത്തിരിക്കുകയാണ്. എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. എന്നിട്ട് ഞാൻ വയ്ക്കും. അപ്പം നിങ്ങൾ എല്ലാവരും വലത്തോട്ട് കാല് വെച്ച് സ്റ്റെപ്പ് വെക്കണം. ഇത് നമുക്ക് എൻ്റെ ആരാധകരെ സ്റ്റെപ്പാണോ എൻ്റെ വൈഫിന്റെ വീട്ടുകാരും കൂടെ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ എൻ്റെ ടിക്ടോക്കാണ്. ടിക്ടോക്ക് ചെയ്യാൻ പോയി ഞാൻ. ടിക്ടോക്കാണിത്? നിന്നെ കാണാനോ എൻ്റെ അത്? എന്നെ കാണാം. ആദ്യമായിട്ട് ഞാനും ഇവളും കൂടെ കൂടി ഒരു ടിക്ടോക്ക് അങ്ങ് ചെയ്യുമോ കേട്ടോ? നിങ്ങളുടെ എല്ലാ അനുമതിയോടും കൂടി ഒരു ടിക്ടോക്ക് അങ്ങ് ചെയ്യുമോ? ഓക്കെ. കെട്ട പരിപാടി എന്നാ നാണം കെട്ടോ എന്നെ ഞങ്ങൾ കാണിച്ചേ. ആരെ നാണക്കേട് കാണിച്ചാലും കാണിച്ചില്ല. ഞങ്ങൾ വൃത്തികെട്ട ഡാൻസ് ഒരു താളവും ബോധവും ഇല്ലാത്തവൻ കിടന്ന് ബേക്കൂത്ത് കാണിക്കുന്നു. അത് ഞാൻ കാണിച്ചില്ലല്ലോ സുഹൃത്തുക്കളെ. കുന്തി മോകാവനെ കുന്തി മോകാവനെ വന്നാടൻ ദേവനെ അടിദേവനെ. ഇയാളാണോ ഈ ചെത്ത തന്നെ? ഈ ചെത്ത തന്നെ നശിച്ച വീട്ടിൽ നിന്നും നാണം കെട്ട ആൾക്കാരെടുത്ത് പെണ്ണ് കെട്ടി എന്തിനാ? അയ്യോ, എൻ്റെ ആരാധകർ, ഞാൻ ഇത്രയും നാളായിട്ട് ഉണ്ടാക്കിയെടുത്ത എൻ്റെ ആരാധകർ പറഞ്ഞ കേട്ടോ, ഇതിന്മേൽ തൂങ്ങിച്ചത്തുകൂടെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കി. കലാകാരനോട് ഇങ്ങനെ കാണിക്കുന്ന ഒരു കാര്യം എന്തുമാത്രം ആരാധനയുള്ള ഒരു മനുഷ്യനാണ്. നീ കണ്ടോ വൃത്തികെട്ട ആൾക്കാരുടെ ഇനി ഞങ്ങൾക്ക് വേണ്ട. അമ്മാവന്റെ കലാരൂപമാണോ ഇത് ചെയ്തത്? എന്നാ കലാരൂപം? എന്റെ ഒരേ ഒരു അമ്മാവനായത്. ചിന്തപാട്ടിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാ. ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോ എന്നെ ബോധം പോയിട്ട് ഞാൻ ഡോക്ടർ എന്നെ എടുത്തോണ്ട് പോയത് അറിയാമോ? ആണോ? അതിനാണോ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞത്? ഈ ചെത്ത പാമ്പി ദൈവമേ എന്തെല്ലാം എഴുതി വന്നേ. എന്റെ ആരാധകർ, നിങ്ങൾ എന്നെ കൈയൊഴിയരുത്. ഈ വൃത്തികെട്ട ഫാമിലിയായിട്ടുള്ള ബന്ധം ഞാൻ ഇന്നോട്ട് നിർത്താം. എന്നാലും എനിക്ക് എന്റെ ആരാധകരാണ് വലുത്. ഈ ചെത്ത ഫാമിലിയായിട്ട് ഞാൻ ഇല്ല. ഞാൻ ഇവര് പേടിച്ചാലും എന്റെ ആരാധകർ എനിക്ക് വേണം. എന്റെ ആങ്ങളെ ഉരുകുന്ന കണ്ടോ നിങ്ങളെ? ആങ്ങളെ എന്നെ മെഴുകുതിരിയാണ് കിടന്ന് ഉരുകാൻ. ഉരുകല്ലേ പിന്നെ ഇപ്പോഴും അവിടെ അമ്മാവനെ അവള് ന്യായീകരിക്കണം. ഞാൻ ന്യായീകരിക്കും. എന്റെ ഒരേ ഒരു അമ്മാവനാ. ഈ കല്യാണം നടത്തിയത് തന്നെ എന്റെ അമ്മാവനാ. നീ എന്ത് വർത്താനോടി പറയുന്നത്? നിന്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ ആങ്ങളാ? വേണ്ട, കാല് പിടിക്കണ ഇഞ്ചിവെത്ത് പോലെ അവന്റെ കാലിരിക്കണം. അങ്ങോട്ട് പിടിക്കാൻ പോലും. ദൈവമേ, പെങ്കൊച്ചിനെ അങ്ങോട്ട് കെട്ടിക്കറി കൊണ്ടുപോയിട്ട് പോലും ഇല്ല. അതിനു മുമ്പ് അവള് നാത്തോപ്പാരി തുടങ്ങിയത് കണ്ടാണ്. ഞാനൊരു കാര്യം ഞാനൊന്നും എന്താ അടിക്കണ തമ്പി. എടാ പൊണ്ണത്തടിയിലുണ്ടായവനെ, നിനക്ക് ഹോർലിക്സ് മുഴുവൻ മേടിച്ചു തന്നു ഇത്രയും വലുതാക്കിട്ടത് എന്നെ തന്നെയാടാ. ക്ഷമ പറ. കുഴപ്പമില്ല മക്കളെ. ഇത് കാട്ടാ. ഈ ചെത്ത മാമലയായിട്ട് ഞാനൊരു ബന്ധമില്ല. നിന്റെ കഴുത്തെ കിടക്കാൻ ഞാൻ താലി കൂടി താട്ടി. അത് കെട്ടിയ താലിയോട് ബഹുമാനമുള്ള ഒരു പെണ്ണാണത്. ആണോടി? ബഹുമാനം കൊണ്ടൊന്നും അല്ല, ഇങ്ങേര് കെട്ടിയ താലി ഞാൻ തന്നെ പൊട്ടിച്ചു. നീ എന്ന താലി പൊട്ടിക്കൊള്ളു. ഒരു ഫാമിലി ഫോട്ടോ. ഞാൻ നിന്നില്ല. ഒന്ന് നിന്നേ. എല്ലാരും അടിച്ചു വരുന്നിട്ട് നീ എന്തോടാ ഹണിമൂൺ ആഘോഷിക്കുന്നോടാ? അല്ലല്ല, അടിച്ചു വീണപ്പോ ഈ പൊസിഷൻ ആയി പോയതാ. ഹണിമൂണല്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊള്ളണം. നിങ്ങളുടെ വീട്ടിൽ പൊറുക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഈ നശവീട്ടുള്ള ബന്ധം എനിക്ക് വേണ്ട. വാടി വാഗെടുത്തോ. നിന്റെ വാഗെടുത്തോട്ട് പോടി. എനിക്ക് ആരാധകരാ വലുത്, അറിയോ? താലി കൊണ്ടോളാം. ഒരു വിലയില്ലാതെ
മോള് വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് നല്ലൊരു ചെറുക്കനെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കും. മോൾ ഒരു കാരണവശാലും വിഷമിക്കണ്ട. നല്ലൊരു മുഹൂർത്തം. എത്ര സീതനം കൊടുക്കും? ഞാൻ എന്റെ 3000 രൂപ തരും നിനക്ക്. 3000 രൂപയോ? അതെ, മോളുടെ കല്യാണം ഈ മാമൻ നിന്ന് നടത്തി തരും. അവളോട് പോകാൻ പറ. അവളോട് വേണ്ട വെള്ളപ്പൊക്കത്തില്. ഹായ് ഫ്രണ്ട്സ്. അതെ. ഇപ്പോഴും വിശ്വസിക്കാത്തവരുണ്ട്. ഞാൻ കേട്ട ഈ നശിച്ച ഫാമിലിനെ ഉപേക്ഷിച്ച് എനിക്ക് എൻ്റെ ആരാധകരാണ് വലുത്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവണം. ഈ നശിച്ച ഫാമിലി ഒരിക്കൽ കൂടി കേട്ടോ. ടീം ജോക്കേഴ്സ്, മനോഹരമായ ഒരു കല്യാണ വീട് എങ്ങനെ കുളമാക്കാം എന്നൊരു ദൃശ്യാവിഷ്കാരമായിരുന്നു കണ്ട്. സംഭവം കളറായിരുന്നു, അടിപൊളി. രമേശ് ചേട്ടാ കുറേ ചിരിച്ചു. നമ്മളെപ്പോഴും പറഞ്ഞു ഇതിന്റെ ഒരു പർപ്പസ്, സ്കിറ്റിന്റെ പർപ്പസ് അതാണല്ലോ. അത് കുറേ ചിരിച്ചു. ഒരു വശത്ത് ടിക്ടോക്കിനെ പോലെ ഏറ്റവും കുറച്ച് പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കുറേ നിങ്ങളുടെയൊക്കെ അനുഭവത്തിലുള്ള നാട്ടിൻപുറത്തുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പം പെട്രോമാക്സ് 2 എണ്ണം കൊണ്ടൊന്നും അതിൽ 1 കത്തുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ. പെട്രോമാക്സ് ഒക്കെ സത്യത്തിൽ ഇപ്പം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പെട്രോമാക്സ് ഇല്ലല്ലോ, തീരെ പോയി. അതിന്റെ മാൻഡിൽ എന്ന് പറയുന്ന സാധനത്ത് തൊട്ടാൽ അത് പോലും പെട്രോമാക്സ് കൊണ്ടുവരും. പിക്ചർ ട്യൂബ് പോയ TV, പിക്ചർ ട്യൂബ് ഒന്നും ഇപ്പം മൂടുന്ന TV-ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ സാധനങ്ങളും കുറേ പുതിയ പരിപാടികളും ഉണ്ടായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളും അത് എല്ലാവരും പ്രതിഭകളാണ്. വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഉഗ്രൻ സ്കിറ്റായിരുന്നു. അടിപൊളി. നമസ്കാർ. എന്നെ പറയുന്നു, കുറേ കാലത്തിന് ശേഷം കേട്ടോ പഴയ ഒരു കല്യാണ വീട് കാണാൻ പറ്റും. എനിക്കാണ് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് മേശയും കസേരയാണ്. ആ മേശ കണ്ടിട്ട് കുറേ നാളായി. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം അതിന് മുകളിൽ വല്ല വിരിപ്പൊക്കെ വരും, വൈറ്റ് തുണിയൊക്കെ വിരിച്ചിട്ടായിരിക്കും. അതിൻ്റെ അറ്റ്മോസ്ഫിയർ ഗംഭീരമായിരുന്നു. അതെന്തായാലും ആ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത ആൾക്ക് ഫസ്റ്റ് കയറ്റി കൊടുക്കുന്നു. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ ആ ഒരു നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോകണം അല്ലേ, പഴയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകണം. അതാണ് നിങ്ങൾ ക്യാരക്ടേഴ്സ് പറയുന്നുണ്ടെങ്കിലും അത് സാധാരണക്കാരുടെ ഒരു കുടുംബമാണ്, അങ്ങോട്ട് വരുന്ന ചെറുക്കനാണ് എന്ന് പറയുന്നിടത്തൊക്കെ നമ്മൾ നിങ്ങളുടെ പെർഫോമൻസിലും ആ കോസ്റ്റ്യൂംസിലും അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് കാര്യങ്ങളിലൊക്കെ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കല്യാണ വീട്ടിൽ ഇപ്പോൾ ഇവിടുത്തെ അമ്മാവൻ എന്താണ് പരിപാടി? പാട്ടാ, ചിന്തുപാട്ട്. ചിന്തുപാട്ട്. നവാസ് സുമേഷിൻ്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ച ഈ ചില ഈ സൈസ് ആളുകൾക്കുള്ള സാധനം, അതായത് ഈ അടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കറക്കുക എന്നൊക്കെ പറയുന്നില്ലേ, ഇതിലൊന്നും സത്യത്തിൽ ഒരു സാധനം ഇല്ലെങ്കിലും എൻ്റെയൊക്കെ നാട്ടിലൊരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി സ്വയം ഈ കളരി അറിവുണ്ടെന്ന് തോന്നിക്കാൻ വേണ്ടി ചില കറക്കിയിട്ടുള്ള അടികൾ ഇങ്ങനെ പിടിച്ച് കുത്തിയാലുണ്ടല്ലോ, ഒന്നുമില്ല, ഇങ്ങനെ പിടിച്ച് കുത്തിയാൽ നമുക്ക് ഒരു വ്യത്യാസവും ഇല്ലെങ്കിലും ഒരുപാട് വർഷം കഴിയുമ്പോൾ ഇത് എക്സ്പീരിയൻസ്ഡ് ആയി ഭയങ്കര സംഭവം വരുമ്പോൾ ഇനി ഇതിനകത്ത് എന്ത് വെറൈറ്റി, പുതിയ വെറൈറ്റിയാണ്. അവൻ ഞങ്ങളൊരിക്കൽ ഒരു സ്ഥലത്ത് വട്ടം കൂടി കുറേ നേരം ഇരുന്നിട്ട് എന്തോ കഷ്ണം മുറിക്കൽ എന്തോ കല്യാണ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് എണീറ്റപ്പം കാലിങ്ങനെ ഒന്ന് കറക്കിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പം നമ്മൾ എന്താന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, നമ്മളെ പറ്റിക്കുന്ന ഇത്തരത്തിലുള്ള കുറെ ഐറ്റംസ് ഉള്ള. അല്ല, അതിന് അയാൾ വേണമെന്നില്ല. ഇപ്പൊ സുമേഷ് എന്ത് സാധനം കൊടുത്താലും ഒരു കറക്കും ഒരു മറയലൊക്കെ എക്സ്ട്രാ ആണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ നമ്മൾ കല്യാണ വീടുകളിൽ തലേ ദിവസം DJ സംഭവങ്ങൾ, വലിയ ഓർക്കസ്ട്ര വയ്ക്കും. അത് കാസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഒപ്പന വരും, മറ്റു ഡാൻസിനും ബ്രേക്ക് ഡാൻസൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് വരും. വലിയ സെറ്റപ്പാണ്. ഇപ്പോൾ ചെറിയ വീടുകളിൽ ഭയങ്കര ആഘോഷമാണ് തലേ ദിവസവും അടുത്ത ദിവസമൊക്കെ. നമ്മൾ ഒരു ഓർമ്മ എന്ന് പറയുന്നത് പഴയ ഞങ്ങളവിടെ കോളാമ്പി മൈക്ക് എന്ന് പറയാം. ഇവിടെ എന്താ പറയാ നിങ്ങൾ? കോളാമ്പി മൈക്ക്. ഈ കോളാമ്പി മൈക്ക് വലിയ മരത്തിൻ്റെ മുകളിൽ കെട്ടി. അപ്പം നമ്മൾ ആ വൈകിട്ട് തലേ ദിവസം ഒരു 3 മണിയാകുമ്പോൾ എല്ലാവരെക്കാളും തിരക്ക് നമുക്കാണ്. അതായത് ചേട്ടാ എന്താ മൈക്ക് സെറ്റ് വന്നാ അപ്പോൾ ഒരാളിങ്ങനെ കയറുന്നുണ്ടാവും ഈ കോളാമ്പി കൊണ്ട്. പിന്നെ അയാളാണ് അവിടെ ഹീറോ. ഇവൻ കെട്ടി ഈ സാധനം ഫിറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ ആ കാത്തിരിപ്പുണ്ടല്ലോ, ഭയങ്കര സംഭവം. അത് കഴിഞ്ഞ് പിന്നെ പാട്ടുകളുടെ സെലക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലുണ്ട് കല്യാണ വീടിൻ്റെ. അത് സത്യം പറഞ്ഞാൽ ഇന്ന് ഇവിടെ അത് കാണാൻ പറ്റുന്നുള്ളത്. സുമേഷ് തമ്പിയുടെ കലവറക്കാരൻ വന്നല്ല നമ്മുടെ ഒരു കല്യാണ വീട്ടിൽ പുള്ളി രാത്രി ദം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇത് മാവൊക്കെ ഇട്ട് പുള്ളി ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെളുപ്പിനൊരു 6-6:30 മണിക്ക് വീട്ടുകാരൻ എണീറ്റിട്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ പാചകക്കാരനെ കാണാനില്ല. പുള്ളീനെ കാണാനില്ലാതെ എന്ത് ചെയ്യണം, ഇത് പൊട്ടിക്കേണ്ട സൗകര്യം കൊണ്ട് പുള്ളി നോക്കി കഴിഞ്ഞപ്പം കിണറ്റിനകത്തുനിന്ന് ഒച്ച കേട്ട് നോക്കിയപ്പം ഈ പാചകക്കാരൻ കിണറ്റിനകത്ത് വീണിരിക്കുക, കിണറ്റിനകത്ത് ഇരിക്കുക. എന്നിട്ട് അവനെ കയറക്കിയിട്ട് പൊക്കി വലിച്ച് മോളി കൊണ്ടുവന്നപ്പോൾ ഈ പാചകക്കാരൻ വല്ലതും പറ്റിയോ എന്ന് വെച്ച് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾ ആ ബിരിയാണിയുടെ അവസ്ഥ നോക്കുക എന്ന് പറഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോൾ ബിരിയാണി വെന്ത് പായസം പോലായിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി.
പോട്ടെ നമുക്ക് പുറത്ത് ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കല്യാണം നടത്തി. പിറ്റേ ദിവസം കല്യാണ വീട്ടുകാർ CCTV ഇട്ട് നോക്കിയപ്പോഴേ ഇയാൾ അവിടെ നിന്ന് ഉറങ്ങിപ്പോയിട്ട് ഈ ബിരിയാണി തുറന്നു നോക്കിയിട്ട് അത് ചീഞ്ഞു പോയെന്ന് കണ്ടപ്പം പുള്ളി തിരിച്ചൊട്ടിച്ചു വെച്ചിട്ട് കിണറ്റിൽ ഇറങ്ങിയിരുന്നതാ പുള്ളി. വരുന്നവരെ തെരുവറായിരിക്കാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് അതിനകത്ത് കയറി ഇരുന്ന് പുള്ളി സേഫ്റ്റിക്ക് രക്ഷപ്പെട്ടു. അതിൽ ഒരു കാര്യം കൂടെ, നിങ്ങളുടെ ടിക്ടോക്കിനകത്ത് മറ്റേ കണ്ണ് ഇട്ടിട്ട് പോകുന്നത് കരയുന്നത് ഇപ്പം നമ്മളിങ്ങനെ സാധാരണ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നൊരു സാധനമാണല്ലോ. വീടിനടുത്തൊരു വീട്ടിലൊരു പോമറേനിയൻ പട്ടി ഉണ്ടായ കാലത്ത്. അപ്പോൾ ഈ പോമറേനിയൻ പട്ടി ഭയങ്കര അരുമയാണ്, അവരുടെ ഭയങ്കര എല്ലാ കാര്യത്തിനും കൊണ്ടുപോയി ഭയങ്കര ഓമനിച്ച് വളർന്ന പട്ടിയാണ്. ആ ചെറിയ വീടാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര മിറ്റമൊന്നും നമ്മുടെ ഇപ്പോഴത്തെ പോലെ കല്ല് വിരിച്ച മിറ്റമൊന്നും അല്ലാത്തതുകൊണ്ട് ഈ പട്ടി എപ്പോഴും ചെളിയാവും. പോമറേനിയൻ പട്ടിയൊക്കെ സൂക്ഷിച്ച് വളർത്തിയില്ലെങ്കിൽ മണ്ണിലൊക്കെ ചെന്ന് കിടന്നിട്ട് മൊത്തം ബ്രൗൺ കളറാവും. ഈ പട്ടി ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കാൻ മാത്രമേ വെളുക്കുള്ളൂ. അങ്ങനെ ഈ പട്ടിയൊക്കെ ഉള്ള വീട്ടിൽ ഈ കൊച്ചിൻ്റെ കല്യാണമായി. കൊച്ചിൻ്റെ കല്യാണം വന്നപ്പം തിരക്കങ്ങ് കൂടിയിട്ട് ഈ പട്ടീനെ ആദ്യം ഫ്രണ്ടിൽ കെട്ടിയതിനെ സൈഡിലോട്ടായി, വെറുതെ കുര കൂടിയപ്പോൾ അങ്ങോട്ട് മാറ്റി കെട്ടി, പിന്നെ മൊത്തം ആൾ വന്നപ്പോൾ ശല്യമായിട്ട് പുറകിൽ തൊഴുത്തിൻ്റെ ബാക്കിൽ കൊണ്ട് കെട്ടി, അവിടെ ഇവിടെയും കൊണ്ട് കെട്ടി ഒരു 4 ദിവസത്തെ അവഗണനയും കഷ്ടപ്പാടും. ഇതിനിടെ മഴ ചാറിയത് നനഞ്ഞിട്ട് ചെളി കിടന്ന് ഉരുണ്ടിട്ട് ഈ പട്ടി വൃത്തികെട്ടിട്ട് ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായി. കറക്റ്റ് കെട്ടിറങ്ങി ഈ പെണ്ണിനെ കാറി കയറ്റി കൊണ്ടുപോകുന്ന ഈ കരയുന്ന മുഹൂർത്തം ഉണ്ടല്ലോ, കണ്ണാന മുഹൂർത്തം എത്തി. ഇവള് കാറിലോട്ട് കയറാൻ നിൽക്കുന്നു, അച്ഛൻ ദുഃഖിച്ച് നിൽക്കുന്നു, എല്ലാവരും ഇങ്ങനെ സങ്കടം നിൽക്കുമ്പം തൊടലും പൊട്ടിച്ച് ഈ പട്ടി വന്നേക്കുക. അതിൻ്റെ ഇടയിലോട്ട് ഫുൾ വൃത്തികേടായിട്ട് വന്ന് നിൽക്കുക. അപ്പം ഈ സെന്റിമെന്റ്സ് മുഹൂർത്തം ആയതുകൊണ്ട് പട്ടി എന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അവിടെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ സാധനം അവിടെ നിന്നിട്ട് കാലുകൊണ്ട് മണ്ണ് തെറിപ്പിക്കും. അവിടെ നിൽക്കുന്നവരുടെ മേലെ എന്നും പറഞ്ഞ് തെറിപ്പിക്കും. അപ്പം ഇത് കരയേണ്ട സമയത്ത് ഈ കോമഡി നടക്കുന്നുണ്ട്, ദേഷ്യവും വന്നുണ്ട്, സങ്കടവും വന്നുണ്ട്, ചിരിക്കണോ കാരണം വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. മണവാളൻ വളരെ മാന്യനായിട്ട് പോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പട്ടി ഭയങ്കര കാണിച്ചിട്ട് ഇവളിങ്ങനെ കരഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ പട്ടി ഇങ്ങനെ ഇവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എല്ലാവരും നോക്കുകയും വധു ഒരൊറ്റ ചവിട്ട പട്ടിക്കിട്ട് പട്ടോന്നൊരു ചവിട്ടി ചവിട്ടിയിട്ട് പട്ടി ഫുൾ പേടിച്ച് മാപം പറഞ്ഞ് പട്ടി പോയിട്ട് ചെറുക്കൻ, അതാണ് അതിൽ വധു പട്ടിയെ ചവിട്ടിയ ശേഷം ചെറുക്കൻ്റെ മുഖത്തൊരു റിയാക്ഷൻ വന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട്. അതിപ്പോഴും പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുത്തു വെച്ചേക്കാണ്, ആരെയും ഭാവങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ല ഇതാണ് അപ്പൊ തുടക്കം ഇവിടുന്നാന്നുള്ളത് അവന് മനസ്സിലായി. ഇവിടെ തുടങ്ങുകയാണ് ഇവള്. എന്തോ ചവിട്ടി വിട്ടിട്ട് ഇപ്പോഴും ആ പട്ടി കശുവണ്ടി നടക്കുന്ന പോലെ നടക്കുന്നത്. മോന്റെ പേരെന്താ? അനന്തരാമൻ. നിനക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആവണ്ടേ? മമ്മൂട്ടി ആവണ്ടേ? മോഹൻലാൽ ആവണ്ടേ? സുമേഷ്, നിങ്ങൾ രണ്ടുപേരും ഒന്നും നടന്നേ, ജസ്റ്റ് നടന്നേ, ഒന്നുകൂടി നടന്നേ. 1 2 3. നല്ലതാണെങ്കിൽ ഇത്തിരി മതി. സ്കിറ്റിലോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ നമ്മൾ ഒരു സീൻ ചെയ്യുന്നവർ വരെ ഭയങ്കരമായിട്ട് ഷൈജു ആ സീൻ നന്നായിരുന്നു, ഒരു സീനുള്ളൂ പക്ഷെ മനോഹരമായിരുന്നു. അപ്പോൾ ഈ പൊട്ടിച്ചിരിച്ച ഒരു പോർഷൻ ഇതാണ്. മോനുമായിട്ടുള്ള കോമ്പിനേഷനാണ്. 2 എനിക്കൊന്ന് പോടാ തെമ്മാടി അത് കൈവിട്ട് ചിരിച്ച ഒരു ഏരിയയാണ്. കാരണം വെച്ചാൽ ഇത്രയും ബഹളങ്ങൾക്കിടയിൽ വളരെ നുറുങ്ങായിട്ടുള്ള തമാശകൾ പോലും വിട്ടുപോകാതെ ഷൈജോ ആൻഡ് ടീം. പിന്നെ ഇപ്പോഴും നമ്മളെല്ലാം ചിരിക്കുമ്പോഴും ആദ്യ ഉരുളി ചവിട്ടി പുറത്തല്ലി വീണതിന്റെ വേദനയില് സുമേഷിന്റെ മുതുകിങ്ങനെ എല്ലാം കടിച്ചമർത്തി പുള്ളി നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ സുമേഷ് അത് 10-20 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത പോലെയാണ് ഇപ്പൊ ഇവിടെ ചെയ്തത് നമ്മുടെ മുമ്പിൽ. തണ്ടല് പോയി സംഗതി വാളി പുള്ളി ഇപ്പൊ വെറുതെ നിൽക്കുന്ന പെർഫോം ചെയ്തപ്പോ സുമേഷിന്റെ ഫേസിലൊക്കെ ഞാൻ അത് സ്ഥിരം ചെയ്തിട്ട് വന്നാണ്, നിങ്ങൾക്ക് അറിയാണ്ടാണ് പറയുന്നത്. ഇതിനിടെ തിരക്കിനിടെ വിറ്റുണ്ട്. ഷൈജോയുടെ കാല് കഴുകുമ്പോ അജിത്തേട്ടൻ പറയാ അവന്റെ കാല് ഇഞ്ചിയുടെ വിത്ത് പോലെ ഇരിക്കുന്നു. അതെ, അടുത്ത നമ്മുടെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. ബെസ്റ്റ് പെർഫോമർ നമസ്കാരം. എല്ലാവർക്കും കൂടി നമുക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുമോ? കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അല്ല അങ്ങനെ കൊടുക്കാൻ പറ്റിയ 2 പേർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോഴേ പറഞ്ഞ പോലെ പക്ഷേ ഈ മരിച്ച് വേർപ്പ് തണ്ടല കൊടിഞ്ഞ ഒരാളാണ് സുമേഷ്. അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും കല്യാണം നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ആദ്യം പിടിച്ച ആളാണ് ഷൈജോ. അങ്ങനെ പറ്റുമെങ്കിൽ 2 പേർക്ക് കൊടുക്കാം, ഷൈജോ ആൻഡ് സുമേഷ്. ഓക്കെ, അപ്പം ഗിഫ്റ്റ് നമ്പർ കൊടുക്കാനായിട്ട് ഞാൻ രമേശ് എന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ കട്ട ഡിസ്കഷൻ ഒക്കെ നടക്കുകയാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് നമ്പർ, അതുപോലെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന അപ്പം
ഗിഫ്റ്റ് ഒക്കെ കിട്ടി, ഹാപ്പി ആയി. അപ്പം ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ ചിരിപ്പിക്കാൻ എത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ വൈൻഡപ്പ് ചെയ്തല്ലോ? ഓക്കെ, അപ്പം വീണ്ടും നല്ല മനോഹരമായ ഒരു തകർപ്പൻ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും സന്ധിക്കും വരേക്കും. ദിസ് ഇസ് മീ പാർവതി ആൻഡ് കോമഡി മാസ്റ്റേഴ്സ് സൈനിങ് ഓഫ്. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു, അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ, അയ്യാ ഇല്ലിക്കാടടിമുടിയുലയണ കലപില പോലെ. എന്റെ വസന്തകുമാരി, എത്ര വർഷം നമ്മൾ നാടകത്തിൽ എന്റെ വസന്ത ഇതേതായി കരിവുണ്ട്. Costume courtesy for Kala Bhavan Nawaz, London Classic Casual Shorts.